എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ടുള്ള ഒരു വെറൈറ്റി പായസമാണ്. പച്ചരി പായസത്തിന് പച്ചരി വേണം. പച്ചരി ഞാൻ ഇത് 1 ഗ്ലാസ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ശർക്കരപ്പാനി വേണം. ശർക്കരപ്പാനി 3-4 കഷ്ണം എടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് പാനിയാക്കി അരിച്ചു വെച്ചതാണ്. പിന്നെ തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലാതെ മറ്റേ പാലിലല്ല. തേങ്ങാപ്പാൽ, 1-ാം പാല്, 2-ാം പാല്, 3 പാല് വേണം. 3 പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ആദ്യത്തെ പാലൊഴിച്ചിട്ട് നമ്മളിത് വേവിക്കും. ഇതാണ് 1-ാം പാൽ. 3-ാം പാൽ. 3-ാം പാലൊഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുക. 3-ാം പാലാണിത്. ഇത് ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കും. പിന്നെ തേങ്ങാക്കൊത്ത് വേണം. തേങ്ങാക്കൊത്ത് നമ്മൾ നെയ്ക്കകത്ത് ലാസ്റ്റ് വറുത്തിടും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമല്ല ഇതിന് വേണ്ടത്. തേങ്ങാക്കൊത്ത് തന്നെ വേണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുക. നല്ലപോലെ മൂപ്പിച്ചിടുക. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിത് 3-ാം പാലിലെ പച്ചരി നമുക്ക് വേവാൻ വെക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. നമുക്ക് തേങ്ങ വറക്കാൻ വെക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ നമുക്ക് മൂപ്പിക്കാം. തേങ്ങ തന്നെ ഇടുന്നതാണ് ടേസ്റ്റ്. പിന്നെ പഞ്ചസാരയൊന്നും ഇടരുത്. ഇതിന് ശർക്കര തന്നെ വേണം. ഇത് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ തേങ്ങ നെയ്യിൽ വറുത്തില്ലേ, അത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ കളറേ ആകാവുള്ളേ. കുറച്ചുകൂടെ ഇത് എണ്ണയ്ക്കകത്തിരുന്ന് കുറച്ചുകൂടെ മൂക്കും. നമ്മളിത് ഒന്നിച്ചാണ് പായസത്തിലേക്ക് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ അരി ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അടിമട്ട് ഒഴിക്കരുത്. അടിമട്ട് ചിലപ്പോൾ ചുവപ്പ് കളറുണ്ടാവും. നമ്മൾ അരിച്ചതാണെങ്കിലും ഇത് ഈ 2-ാം പാലിൽ കൂടെ കിടന്നിട്ടിട്ട് ഇത് നല്ലപോലെ വേകട്ടെ. അപ്പം നമ്മുടെ പച്ചരി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരി നല്ലപോലെ വെന്ത ശേഷം മാത്രമേ ശർക്കരപ്പാനി ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അരി വേകുകയില്ല. ഇനിയിപ്പോൾ ഇത് നമുക്ക് ശർക്കരപ്പാനി ഈ അരിയിലൊക്കെ ഒന്ന് പിടിച്ചു വരണം. അത്ര മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി, ഇടയ്ക്ക് നമ്മൾ അരി വേവിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അരി അടുക്കി പിടിക്കും. അടുക്കി പിടിച്ചാൽ ഒരു കരിഞ്ഞ ചൊവയായിരിക്കും പായസത്തിന് വരിക. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോറ് നമ്മൾ അരി വേവാനിട്ടില്ലായിരുന്നു, അന്നപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. അടച്ചു വെക്കരുത്. തിളച്ചും തൂവിച്ച് കളയുകയും ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ശർക്കരയൊക്കെ നല്ലപോലെ അരിയെ പിടിച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലേശം ഏലക്കാപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ഏലക്കാപ്പൊടി വേണം കേട്ടോ. ഇച്ചിരി ഏലക്കാപ്പൊടി ഇടുക. പിന്നെ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇച്ചിരി ഇടുക. അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇനി തിളയ്ക്കൊന്നും ചെയ്യരുത്. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കുകയാണ്. ഇനി ഞാനിത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ലേശം ജെല്ലി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പം നമ്മുടെ പച്ചരി കൊണ്ടുള്ള അടിപൊളി പായസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. പിന്നെ ലൈക്ക് അടിക്കണേ. എന്നാൽ ശരി, നിർത്തട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.